ഒരു വർഷത്തിനിടെ ഇത്തരമൊരു ബോർഡ് സംസ്ഥാനത്തെ മിക്ക മെഡിക്കൽ സ്റ്റോറുകൾക്ക് മുന്നിലും സ്ഥാപിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഇതിന്റെ റിസൾട്ട് ഉണ്ടായിരിക്കുന്നുവെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്ത് ആന്റിബയോട്ടിക് വിൽപ്പനയിൽ ഒരു കൊല്ലം കൊണ്ട് 1000 കോടിയുടെ കുറവ് വന്നിരിക്കുന്നു. ഒരു വർഷം സംസ്ഥാനത്ത് 15,000 കോടി രൂപയുടെ മരുന്ന് വിൽക്കുന്നതിൽ 4,500 കോടിയോളം ആന്റിബയോട്ടിക് ആയിരുന്നു. സ്വകാര്യ ആശുപത്രികളിലും മെഡിക്കൽ സ്റ്റോറുകളും വഴിയുള്ള വിൽപ്പനയിലാണ് ഈ കുറവ്. ഇത് വളരെ നിസ്സാരമായ കാര്യമായി തോന്നിയേക്കാം, എന്നാൽ വലിയൊരു ദുരന്തത്തെ പ്രതിരോധിക്കാനുള്ള മുന്നൊരുക്കമാണിത്. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം കാരണം പല രോഗാണുക്കളുടെയും പ്രതിരോധം കൂടുന്നതായി കണ്ടെത്തിയിരുന്നു. ലോകാരോഗ്യ സംഘടന തന്നെ ആന്റിബയോട്ടിക് പ്രതിരോധത്തെ വിശേഷിപ്പിച്ചത് നിശബ്ദ മഹാമാരി എന്നാണ്. 2050 ആകുമ്പോഴേക്കും ലോകത്ത് 1 കോടി ആളുകൾ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റന്റ് കൊണ്ട് മരണമടയുമെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് അശാസ്ത്രീയമായ ആന്റിബയോട്ടിക് ഉപയോഗം കുറയ്ക്കാൻ ആന്റിബയോട്ടിക് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് കർശന ഇടപെടൽ സംസ്ഥാന ആരോഗ്യവകുപ്പ് നടത്തിയത്. കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക്കുകൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കാനായിരുന്നു തീരുമാനം. മനുഷ്യരിൽ മാത്രമല്ല, മൃഗങ്ങൾക്കിടയിലും പരിസ്ഥിതി, ഫിഷറീസ്, അക്വാകൾച്ചർ തുടങ്ങിയ വിഭാഗങ്ങളിൽ നടന്ന പഠനങ്ങളിലും ആന്റിബയോട്ടിക് പ്രതിരോധം കൂടി വരുന്നതായി കണ്ടെത്തിയിരുന്നു. ഈ മേഖലകളിലും ഇപ്പോൾ ഉപയോഗം കുറയുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്.